ഗുഡ് മോർണിംഗ് ഓൾ, വെൽക്കം ടു സൺഡേ വ്ളോഗ്. ഇന്ന് ലക്ഷ്മീനെ ബിഗ് ബോസിൽ ലാലേട്ടൻ പൊരിക്കുന്ന ആ വീഡിയോസൊക്കെ ഇന്നലെ രാത്രി കണ്ടതിൻ്റെ ഹാങ് ഓവർ എനിക്ക് ഇനിയും മാറിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എണീക്കാൻ നേരം വൈകി. പിന്നെ സൺഡേയും കൂടിയല്ലേ, അതിൻ്റെ ഇടയിൽ ക്ലീനിങ് ഒരുപാട് ചെയ്യാനുണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഞാൻ അടുത്ത വീട്ടിലെ മൂച്ചി എത്രത്തോളം വലുതായിട്ടുണ്ടെന്നുള്ളതൊക്കെ കാഴ്ച കണ്ടിരുന്നു കേട്ടോ. കാരണം ഞാൻ വീട് കെട്ടി വരുമ്പോൾ അതൊരു ചെറിയ തൈയായിരുന്നു. ഇത് വളർന്ന് പന്തളിച്ചപ്പോൾ എനിക്കും ഒരു ആശ്വാസമാണ്. കാരണം എൻ്റെ റൂമിലെ ചൂടൊന്ന് കുറഞ്ഞു കിട്ടുമല്ലോ. പിന്നെ ഈ കമ്പികൾ തുടയ്ക്കാൻ വലിയ പണിയുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് തുടച്ചിടാറുണ്ട്. വലിയ ഡിസൈനും കാര്യങ്ങളൊന്നും അതില്ലാത്തതുകൊണ്ട് തന്നെ നല്ല ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ്. ആ ജനൽ തുറന്നാൽ കാണാൻ പറ്റുന്നത് മൂച്ചിയാണെങ്കിൽ ഈ ജനൽ തുറന്നാൽ കാണാൻ കഴിയുക വലിയൊരു മതിലാണ് കേട്ടോ. അത് അപ്പുറത്ത് മുനിസിപ്പാലിറ്റി ബസ് സ്റ്റാൻഡാണുള്ളത്. ഈ ജനലുകളൊക്കെ ഞാൻ എപ്പോഴും തുറന്നിടാറില്ല. കാരണം എപ്പോഴാണ് പാമ്പ് വരാമെന്ന് പറയാൻ പറ്റില്ല. 2 ദിവസം ഞാൻ ഉമ്മാൻ്റെ വീട്ടിലായതുകൊണ്ട് തന്നെ അലക്കാൻ ഇഷ്ടംപോലെ തുണികളുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ വാഷിംഗ് മെഷീനിലേക്ക് എടുത്തിട്ടു. പിന്നെ ഇതിൻ്റെ ക്യാമറമാൻ എൻ്റെ മോനായതുകൊണ്ട് തന്നെ അതിൻ്റേതായ പ്രശ്നങ്ങൾ ഇത് വീഡിയോയിലുണ്ടാവും. ലോങ് വീഡിയോ ആദ്യമായിട്ട് ചെയ്യണതുകൊണ്ട് തന്നെ അതിൻ്റേതായ പോരായ്മകൾ വീഡിയോയിലുണ്ടാവും. എല്ലാവരും ക്ഷമിക്കണേ. കുക്കിങ്ങിനെക്കാളും എനിക്ക് കൂടുതൽ ഇഷ്ടം ഈ ക്ലീനിങ് തന്നെയാണ് കേട്ടോ. അതെല്ലാം ക്ലീൻ ചെയ്തിട്ട് പിന്നെ റൂമൊക്കെ കാണുമ്പോൾ മനസ്സിന് ഭയങ്കര സന്തോഷമാണ് ഉണ്ടാവുക, ഒരാശ്വാസമാണ്. ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും മക്കൾക്കും എനിക്കൊക്കെ നല്ലോണം വിശക്കാൻ തുടങ്ങി കേട്ടോ. ഇന്ന് പ്രത്യേകിച്ചൊന്നുമില്ല, ക്ലീനിങ് ഒരുപാടുള്ളതുകൊണ്ട് തന്നെ കഞ്ഞിയിലൊതുക്കി കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ എല്ലാവർക്കും സെപ്പറേറ്റ് ആയിട്ട് വിളമ്പാനൊന്നും നിന്നില്ല. ഞങ്ങൾക്ക് 3 ആൾക്കും കൂടിയുള്ള ഫുഡ് ഒരേ പാത്രത്തിലെടുത്തിട്ട് വാരിക്കൊടുക്കാൻ തുടങ്ങി. അല്ലെങ്കിലും അവർ സ്വന്തം കഴിക്കുന്നതിനേക്കാൾ ഇഷ്ടം അവർക്ക് വാരിക്കൊടുക്കണമെന്ന് കേട്ടോ. അവർ പറയല്ലോ, ഉമ്മ വാരി കുഴച്ചങ്ങോട്ട് തരുമ്പോൾ വല്ലാത്ത ടേസ്റ്റാണെന്ന്. എനിക്കറിയാം അവരുടെ മടി കൊണ്ടാണ് എന്നോട് അങ്ങനെ പറയണമെന്നുള്ളത്. എനിക്ക് കഞ്ഞി വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ ഒപ്പം കുറച്ച് തൈരും പിന്നെ ഉരുളക്കിഴങ്ങ് ഉപ്പേരിയും മാങ്ങ അച്ചാറും ബീഫ് അച്ചാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. അതിൻ്റെ ഇടയ്ക്ക് ഫുള്ള് പ്രോഗ്രാം വരുന്നതിന് മക്കൾ സ്പീച്ചും പോയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ശേഷം ഞാൻ തുടയ്ക്കാനായിട്ട് പുറത്തിറങ്ങി കേട്ടോ. അപ്പോൾ അടുത്ത വീട്ടിലെ താത്തയായിട്ട് കുറച്ച് നേരം സൊറ പറഞ്ഞിരുന്നു. ഞങ്ങൾ ഒരു ഗേറ്റിൻ്റെ ഉള്ളിൽ തന്നെ 3-4 വീടുകളായതുകൊണ്ട് തന്നെ വാതിൽ തുറന്നാൽ തന്നെ എല്ലാവരെയും കാണാൻ പറ്റും. പുള്ളിക്കാരി അലക്കണ ഒച്ചയാണ് കേട്ടോ ഈ കേൾക്കണത്. എല്ലാവരും അയൽവാസികളാണെങ്കിലും ഒരു കുടുംബത്തെ പോലെയാണ് കേട്ടോ ഞങ്ങൾ കഴിഞ്ഞ് വരുന്നത്. പിന്നെ ചിക്കാനുള്ള തുണികളൊക്കെ ഞാൻ ചിക്കാനിട്ടു. നല്ല വെയിലുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഉണങ്ങി കിട്ടുമല്ലോ. എപ്പോഴാണ് മഴ പെയ്യാമെന്നറിയില്ല. ഇനി എങ്ങാനും മഴ പെയ്താൽ ആ സ്റ്റാൻഡും കൊണ്ട് ഓടേണ്ട അവസ്ഥയാണ് എനിക്ക്. ഞങ്ങൾക്ക് അയൽ കെട്ടാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാ തുണികളും ഇതുപോലെ സ്റ്റാൻഡിലാണ് ഇടുക. വെയിലത്ത് പോയ ക്ഷീണം മാറ്റാൻ ഒരു ചെറിയ ചോക്ലേറ്റും കഴിച്ചു കേട്ടോ. അങ്ങനെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ കുളിക്കാൻ കയറി. എൻ്റെ ഈ കൊച്ചു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. ബൈ.